വിലങ്ങും. പിന്നെന്താ റമദാനൊക്കെ നമ്മൾ ചെയ്യണത്? ഖുർആൻ ഓതല്ലേ സുഹൃത്തുക്കളെ? ഖുർആൻ ഓത്. നോക്ക് നിങ്ങൾ, ഒരു വാക്കിനല്ലേ അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു വാക്കിനല്ലേ, അക്ഷരങ്ങൾ ചേർന്ന ഒരു പദത്തിനല്ലേ അർത്ഥമുണ്ടാവുള്ളൂ. അർത്ഥങ്ങളും ആശയങ്ങളും പഠിപ്പിക്കാനുള്ളതല്ലേ ഖുർആൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രതിഫലം നിശ്ചയിപ്പിച്ച പഠിച്ചോന്തരങ്ങൾ അക്ഷരത്തിനാ കൂലി വെച്ചത്. അക്ഷരത്തിന് അലിഫ് ലാമീന്ന് ഓതുമ്പോൾ അലിഫും ലാമും മീമിനും ഓരോന്നിനും പൗപ്പത്ത് കൂലിയാണ്. എത്രയാ പ്രതിഫലം വെച്ചത്? ആ ഖുർആൻ എടുത്തിട്ട് നമ്മൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓതാൻ തീരുമാനിച്ചേ. എപ്പോഴാണോ റമദാനൊക്കെ ഒഴിവ് കിട്ടണം അപ്പോൾ സുബഹിസ്കരിച്ച് അത്തായം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടോ, അപ്പം ഒന്ന് ഓതി അല്ലേ? മഗ്‌രിബ് കഴിഞ്ഞ് തറാവീഹിന് പോലെ എടുക്കൊരു സമയമുണ്ട്, അപ്പം ഒന്ന് ഓതി. ലോറിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞിരുന്നേക്കൊന്ന് ഓതി. അസ്ർ കഴിഞ്ഞ് എപ്പോഴാണോ മുസാഫ് എടുത്തത് അപ്പോഴൊക്കെ ഓരോ ഹറഫിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. മാത്രമല്ല അൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, തൻ്റെ അനുചരന്മാർക്ക് ആ ഖുർആൻ ഓതിയ ആളുകൾക്ക് എന്ത് ചെയ്യുമെന്നറിയോ? അവർക്ക് ശഫാഅത്ത്. ഈ ഇമാമിങ്ങളൊക്കെ നോക്കി നിങ്ങൾ, രാവിലെ ഇരുന്നിട്ട് തറാവീഹിന് ഓതാനുള്ള ഇഫ്ള് ഉച്ചവരെ ഓതുന്ന ഇമാമിങ്ങളുണ്ട്. ഒരു റമദാനക്ക് വേറൊന്നും ആലോചിക്കണില്ല. ആ ഖുർആൻ മനപ്പാടമാക്കിയത് ഇങ്ങനെ മുറാജ ചെയ്യൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. എത്ര ആയിരിക്കും അവിടെയൊക്കെ പ്രതിഫലം? ഇക്ര ഓത്, വർത്തക്കി, കേറിക്കോ. കയറാൻ വേണ്ടി പറയും. വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവെന്ന് ഇങ്ങനെ തെർത്തിയിലായിട്ട് ഓതിയുന്നില്ലേ? ആ ഓതിയ പോലെ ഓതി അങ്ങനെ കേറിക്കോ, സ്വർഗത്തിന്റെ തട്ടുകൾ കേറിക്കോ. അവസാന ഓതി ആയത്തില്ലേ, ആ ആയത്ത് എത്തുന്നത് വരെ കേറിക്കോന്ന് പറയും, സ്വർഗത്തിന്റെ തട്ടുകളിലേക്ക്. നിസ്സാരല്ല സുഹൃത്തുക്കളെ മുസാഫിർത്തിരിക്കണം, നിസ്സാര കാര്യമല്ല. ഒരായുസ്സും കൂടി ഏറെ തന്നിലെ പടച്ചോൻ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു ഹത്തം കൂടെ തീർക്കണം എന്ന്, അത് നന്ദിയാണ്. ആയുസ് തന്നീൻ്റെ നന്ദിയാണത്.